അല്ല സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ബാഗൊക്കെ വെച്ച് കെട്ടി ഹെൽമെറ്റിൽ ഇതൊക്കെ മൗണ്ട് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗുഡ് ബൈ ടു ഹാപ്പി ലിവിങ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നേരെ കാസർഗോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ, അതായത് 2 മണിക്കൂറും 24 മിനിറ്റുമാണുള്ളത് കാസർഗോഡിലേക്ക്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. പെട്രോൾ ആക്ച്വലി അടിക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. കാസർഗോഡ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്രോൾ അടിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും കാസർഗോഡ് പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് വിടാം. ഞാൻ ആലോചിക്കുന്നത് ടെൻ്റ് അടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ടെൻ്റ് ഞാൻ ആക്ച്വലി അത്യാവശ്യം പൈസ കൊടുത്ത് മേടിച്ച്, പൈസ അല്ല റിവാർഡ് പോയിന്റ്സ് മേടിച്ച്, എന്നാൽ പോലും അത് അധികം ഉപയോഗം വന്നിട്ടില്ല നമുക്ക്. കാരണം നമ്മൾ മെയിനായിട്ട് റൂംസിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ടെൻറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ മിക്ക ആൾക്കാരും പറയുന്നത് നമ്മുടെ അടുത്ത് അത് അത്ര സേഫ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ടെൻ്റ് അടിക്കുക ലൈക്ക് സേഫ് ഇൻ ദ സെൻസ് ഈ മോഷണം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ റൂം എടുത്ത് താമസിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടിയ റൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് അത്യാവശ്യം പ്രൈവസി ഉണ്ടായിരുന്നു. കാരണം ഡോർമെട്രി എന്ന് പറഞ്ഞാൽ അവിടെ ആരും ഉണ്ടായില്ല. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ റൂമിൽ വേറെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഫുൾ പ്രൈവസി ആയിരുന്നു. പ്രൈവസി ഇൻ ദ സെൻസ് അറിയാലോ, നമുക്ക് ഈ ഫോണ് അതേപോലെ ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ ചാർജിനും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ അതേപോലെ പുറത്തെടുത്ത് വെക്കും. അപ്പോൾ ദർ ആർ സേഫ്റ്റി ഒരു ഇത് വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ പ്രൈവസിയാണ്, യാതൊരു ഇഷ്യൂസും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടുന്ന് വിട്ട് കാസർഗോഡ് ഏകദേശം നമുക്കൊരു എന്താ പറയുക, ഒരു 2.5 മണിക്കൂറിലെത്തും. കാസർഗോഡ് എത്തിയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ച് അവരെ മീറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം, ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഞാൻ കാസർഗോഡ് സ്റ്റേ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ പതിയെ വിട്ടാലോന്ന് ആലോചിക്കണതാണ് ഗോവയിലേക്ക്. അതായത് കാസർഗോഡ് സ്റ്റേ ഒന്നും അടിക്കാണ്ട് തന്നെ പതുക്കെ റൈഡ് ചെയ്ത് വിട്ടാലോ. എനിക്കറിയില്ല, ആദ്യം കാസർഗോഡ് പോയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കണം. ചേട്ടാ കാസർഗോഡ് അങ്ങോട്ടല്ലേ? പക്ഷേ ഞാൻ പെട്ടെന്ന് ആ ടേക്ക് ഡീവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിപ്പോ എനിക്ക്. ഇവിടെ നോക്കിയേ, എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത് നടക്കുന്നു. പാർട്ടിയുടെ എന്തോ സമ്മേളനം ഒന്നുണ്ട്.
എന്തോ പരിപാടികളൊക്കെ ഉണ്ട് CPM പാർട്ടിയുടെ. മാരത്തോൺ ഓടണമെന്ന് തോന്നുന്നു. കാസർഗോഡ്. ഞാനേ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർത്താൻ നോക്കണം. എനിക്ക് വിശക്കുന്നടേ, ഭയങ്കര വിശക്കുന്നു. ഞാൻ കാസർഗോഡ് എത്തിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു, പക്ഷേ വിശക്കുന്നു. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കാസർഗോഡിലേക്ക്. പെട്ടെന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ, 54 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് നല്ല മൂടും കേൾക്കണം, നല്ല ചന്തിവേന, ഒന്ന് എഴുന്നേച്ചിരിക്കണം. ഇവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ കടയുണ്ടല്ലോ. വേണ്ട, അതെത്തണ്ട. അതായത് എനിക്കുണ്ടല്ലോ എപ്പോഴും എന്താണെന്നറിയോ, എനിക്ക് മിക്കപ്പോഴും ചായ കുടിക്കണം. ചായ എൻ്റെ ഒരു ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ അതുകൊണ്ട് തന്നെ ചായ മിക്കപ്പോഴും കുടിക്കണോണ്ട് മാക്സിമം അതിൽ മധുരം ഒഴിവാക്കുക, അല്ലെങ്കിൽ മധുരം കുറച്ചിട്ടേ കുടിക്കുള്ളൂ. കാരണം എപ്പോഴും ഞാൻ കുടിക്കും ചായ, ഭയങ്കര ചായ പ്രാന്തനാണ് ഞാൻ. അപ്പോൾ ചായ കുടിക്കാൻ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെറിയ കടിച്ചു പറിക്കാനായിട്ട് കിട്ടിക്കാനാ, വല്ല പരിപ്പോടെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാനാ ഉഷാറായി. ചെറിയൊരു തട്ടുകട നിർത്താനായിട്ട്. ഇവിടെ നിർത്താം. 1.5 മണിക്കൂറും കൂടി ഉണ്ട് കാസർഗോഡ്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റും. നമ്മുടെ ബാഗ് വീണു. കെട്ടി വെച്ച സീന് കെട്ടി വെക്കണം രണ്ടാമത്. എന്നിട്ട് നമുക്ക് ഒരു ചായ കുടിക്കാം. ഒരു ചായ കേട്ടോ, മധുരം കുറച്ചിട്ടാ ചേട്ടാ. ഞാൻ കഴിക്കാനുള്ള കടി ഒരു ഉഴുന്നോടെ എടുത്തോ. പിന്നെ പരിപ്പോട് അങ്ങനെയുള്ളതുണ്ടോ? ഉള്ളിവടയാണ്. ഒരു ഉഴുന്നോടെയും ഒരു ഉള്ളിവട എടുത്തോ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അധികം ഓടിച്ചില്ല ഇന്ന്, വളരെ കുറച്ചേ ഓടിച്ചുള്ളൂ. അതായത് നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് കാസർഗോഡ് എത്തിയിട്ടില്ല. ഇനി ഒരു 50 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഒരു 40 എത്രയോ കിലോമീറ്റർ ഓടിച്ചുള്ളൂ. പക്ഷെ ഭയങ്കര മൂടുവേനയുടെ, ഭയങ്കര മൂടുന്നല്ല കുണ്ടിവേന, അത് തന്നെ പറയണം. നല്ല ചന്തി വേന എടുക്കണം. അയ്യ, നമുക്ക് കുറച്ച് ഇത് കഴിക്കാം. സാധനത്തിൽ കഴിച്ചിട്ട് ആക്കിയതാണ്. കൊള്ളാം. കൊള്ളാം, പക്ഷെ ഒരു ക്രിസ്പിനെസ് ഇല്ല. രാവിലെ ഉണ്ടാക്കി ഒരു 10 മിനിറ്റോളം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല,
10 മിനിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് ചായ കുടിച്ച് 2 കടി അടിച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് എഴുന്നേച്ച് നിവർന്നൊരു 5 മിനിറ്റ് നിന്ന്. അപ്പം ഞാൻ പൈസ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ വേറൊരു സാധനം കണ്ടത്, ഇത് പഴംപൊരി, അതും കൂടി മേടിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം. ഇത് കണ്ടോ നിങ്ങൾ, ബാഗ് അവിടെയാണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാഗ് കെട്ടണം, അതാണ് എൻ്റെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം. കാരണം ബാഗിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയിലധികം കെട്ടാനായിട്ടുള്ള സംവിധാനം ഇല്ല. ഇതുണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്, കുളത്തുണ്ട്. ഇത് ഇവിടെ ഒന്നും അങ്ങനെ കുളത്തില്ല. മാത്രമല്ല ഇത് കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലമില്ല. അതാണ് മെയിൻ പ്രശ്നം. മീൻസ് കെട്ടി ആ ഒരു ഇത് വെക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കെട്ടണം, മുറുക്കി കെട്ടി വെക്കണം. പക്ഷേ വണ്ടി ഓടിച്ച സമയത്തൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ട് നിങ്ങൾ, ഇത് സ്റ്റാൻഡ് ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇത്, അതായത് നല്ല രീതിക്ക് ഇത് ടേൺ ചെയ്യും. എന്താ പറയുക, ഇതിൻ്റെ ഇതുണ്ടോ, സ്റ്റാൻഡ് ഇടുമ്പോൾ നന്നായിട്ട് വണ്ടി ഇങ്ങനെ കുത്തി നിൽക്കും. അപ്പോഴാണ് അത് ബാഗ് പതുക്കെ ഇങ്ങനെ റാറ്റേക്ക് പോയത്. പിന്നെ എൻ്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിൻ്റെ അകത്ത് ലാപ്ടോപ്പൊക്കെ ഉള്ളതാണ്. അതാണ് മെയിൻ പേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രസ്സൊന്നും കുഴപ്പമില്ല, ലാപ്ടോപ്പ് ഉണ്ട്, അതാണ് എൻ്റെ പേടി. അപ്പോൾ അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കൂടി നിന്നിട്ട് വണ്ടി എടുക്കാമെന്ന് വെച്ചു. നമ്മൾ ഓടിച്ചോടിച്ചിപ്പോൾ ഇവിടെ എത്തി. കണ്ട് ബസ് സ്റ്റോപ്പ് കടലാണ്. വളരെ നൈസ് സ്ഥലം. കുറച്ച് നേരം നമ്മൾ എഴുന്നേച്ചിരിക്കണം. എന്തൊരു ആശ്വാസം എഴുന്നേച്ചിരിക്കുമ്പോൾ. നമ്മൾ ബാഗൊക്കെ ഓക്കെയാണ്. തൃക്കണ്ട് ടെമ്പിൾ സെലിബ്രേഷൻ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഭയങ്കര ഫേമസ് അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. തൃക്കണ്ട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് അവിടെ പണിത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഷെൽട്ടർ, ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ. പക്ഷെ എനിക്കിവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട, സമയമാവുന്നില്ല. സമയം ലേറ്റ് ആവുന്നു, ഭയങ്കര ഇരുട്ടുന്നു. നമ്മൾ പതുക്കെ വിടാം. പക്ഷെ കൊള്ളാട്ടോ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. നല്ല കാറ്റും ഉണ്ടേ. ചൂട് തീരെ ചൂടില്ല, നല്ല അത്യാവശ്യം നല്ല കാറ്റും, എന്താ പറയുക, ഒരു തണുത്തൊരു ഇതാണ്. അതൊക്കെ പോവാം. ഗിയർ ഡൗൺ ചെയ്ത് ഉണ്ടല്ലേ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ബിൽഡിങ്. നമ്മളെത്തി, കാസർഗോഡ് എത്തി. നിങ്ങളിത് കണ്ടോ, 13 കിലോമീറ്റർ ഉള്ളൂ. എത്തി നമ്മൾ ഏകദേശം കാസർഗോഡായി. ഇപ്പം എവിടെയാണ്? കൊട്ടിക്കുളം സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ ഇവിടെ മൊത്തം ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ മൊത്തം BPCL പമ്പാണ്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലി ഒരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ BPCL ക്രെഡിറ്റ് കാർഡാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ 100 രൂപ പെട്രോൾ അടിക്കുമ്പോൾ ചെറിയ പോയിന്റ്സ് അല്ല, ഒരു 2-3 രൂപ ലാഭം ഉണ്ടാവും നമുക്ക്. മാത്രമല്ല ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വീഡിയോയിൽ നിന്ന്, ഞാൻ കോഴിക്കോട് ആ സ്ട്രെച്ച് വെച്ച് ഞാനൊരു 230 രൂപക്കോളം പെട്രോൾ ഫ്രീ ആയിട്ട് അടിച്ചു. ഫ്രീ എന്നല്ല, അതിൻ്റെ റിവാർഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ റിഡീം ചെയ്ത് അടിച്ച്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പെട്രോൾ. ഏകദേശം 700 സംതിങ് രൂപ അടിച്ചാണ്. ഇപ്പോഴും പെട്രോളൊക്കെ ഉണ്ട് അത്യാവശ്യം വണ്ടിക്ക്. പിന്നെ വണ്ടി റിസർവിലൊന്നും പോയിട്ടില്ല. അപ്പോൾ റിസർവിൽ ഓൾറെഡി 2 ലിറ്റർ പെട്രോൾ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റിസർവ് ആക്കത്തില്ല, പെട്രോൾ അടിക്കണം നമുക്ക്. ഞാൻ ഉദ്ദേശിച്ച ടൗണൊക്കെ കയറിയിട്ടേ, കാസർഗോഡ് ടൗണൊക്കെ കയറിയിട്ട് പെട്രോൾ അടിക്കാൻ
പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തി ഒരു ചായയും കൂടി കുടിക്കണം. ചായ എനിക്ക് വല്ലാണ്ടൊരു ക്രേസാണ്, എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ചായ. പക്ഷെ അത് നല്ലതല്ല ശരിക്കും. ചായ കുടിക്കുന്നതെന്ന് പറയുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. കുടിക്കാം നമുക്ക്, എങ്ങനെയാണെന്ന് അറിയാം, കട്ടൻ ചായ കുടിക്കാം, അതിൻ്റെ മധുരം കൂടി ഇടാണ്ട് കുടിച്ചതിനാലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പക്ഷെ അങ്ങനെ കുടിക്കാനായിട്ട് രുചി ഉണ്ടാവില്ല ഉറപ്പായിട്ടും. പക്ഷെ ഹെൽത്തിന് നല്ലതാണ്. കപ്പിൽ ബീച്ച് ഇവിടെ അടുത്താണ്. ഓ ഭയങ്കര ഗട്ടറുള്ള റോഡാണ്, ഗട്ടറല്ല കല്ലും മണിക്കൂട്ടി. ഇവിടെയൊക്കെ പഞ്ചറാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാണ് പ്രശ്നം ഇങ്ങനത്തെ റോഡുകളെ. ഇപ്പൊ പാളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പാളം ഞാൻ പറയണത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പാളം PALല്ലേ. ഇവിടെ അത്യാവശ്യം എന്താ പറയാ, കുഴപ്പമില്ലാത്ത റോഡുകളുണ്ട്, നല്ല അടിപൊളി റോഡുകളുണ്ട്. പിന്നെ റോഡുകൾ കുഴപ്പമില്ല, ചെറിയ ഇങ്ങനെ പൊക്കിണ്ടാണെന്നും നമ്മളിപ്പോ ഒരു കുഴി പോലെ വന്നിട്ട് അവിടെ ടാർ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എന്താ സ്മൂത്ത് പെർഫെക്ഷൻ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബൈക്ക് ഓടിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു ഇത് വന്നാലും ഭയങ്കരമായിട്ട് നമുക്ക് അടിക്കും വണ്ടി, നന്നായിട്ട് നല്ല രീതിക്ക് കട്ടറിലേക്ക് അടിക്കും. ഉടുമ നമ്മൾ ഏകദേശം എത്തിയത് കണ്ടില്ലേ. 10 കിലോമീറ്ററും കൂടി ഉള്ളു ടൗണിലേക്ക്, പെട്ടെന്ന് എത്തും. നമ്മളങ്ങനെ കാസർഗോഡ് ടൗണിലേക്ക് എത്തിയത്. ടൗൺ കയറി നമ്മൾ നല്ല കളർഫുൾ കേട്ടോ ടൗണ്. നല്ല പ്രകൃതി രമണീയമായ അതിൻ്റെ ഒപ്പം സിറ്റിയിലേക്ക് കാഴ്ച. പതുക്കെ ടൗണിൽ ഇവിടെ നിർത്താം. പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് ഇവിടെ ടൗണിൽ. അപ്പം ഇപ്പം തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോണേണ്. അതിന് മുമ്പ് നമുക്കൊരു ചായ കുടിക്കാൻ നിർത്താം എവിടെയെങ്കിലും. ഒരു ചായ കൂടി കുടിക്കാം. ബാങ്ക് കുടിക്കണം, സമയം 6:30 തിരക്കുണ്ട്. ഓട്ടോറിക്ഷയുടെ അയ്യര് കളിയാണ് കേട്ടോ. ഇവിടെ വണ്ടി ഒന്ന് കയറ്റിയിടാൻ പോലും സാധ്യതയുള്ളൂ. അത്രത്തോളം തിരക്ക്, ഇടിഞ്ഞ റോഡും. പടക്കങ്ങൾ നമ്മളെ പതുക്കെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയാലും എന്ന് ആലോചിക്കും. പക്ഷെ ഭയങ്കര തിരക്കടെ, എവിടെ നിർത്താമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
കട ഒരു സ്ഥലത്ത് നിർത്താനും പറ്റുള്ളത് കണ്ടു. ഇവിടെയൊക്കെ പണി കിടക്കുന്നതാണ്. നമുക്ക് പതുക്കെ ഇങ്ങോട്ടേക്ക് കിട്ടാം. ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ? ചേട്ടാ ചേട്ടാ, ഇവിടെ വണ്ടി നിർത്തണോണ്ട് കുഴപ്പമുണ്ടോ? വണ്ടി നിർത്തണോണ്ട് കുഴപ്പമുണ്ടോ? ഇവിടെ കുഴപ്പമില്ല. അല്ല, തിരക്കൊക്കെ സൈഡാക്കാം. നമുക്ക് കുറച്ചുകൂടി കയറ്റും. ഇതേ ശരിയാവുന്ന ഓക്കെ. ഓക്കെയാണ് ചുറ്റും. അപ്പം ഞാൻ ചായ കുടിച്ചിറങ്ങിയടേ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ അറിയോ? അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കണം. പക്ഷേ സ്റ്റേയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് booking.in നോക്കിയപ്പോൾ എല്ലാം ഒരു 1000-1200 കാണിക്കണം. ഏത് സ്റ്റേക്ക്? അത് ഡോർമെട്രി ഒന്നും ചോദിച്ചിട്ട് എവിടെയൊന്നും ആർക്കും അറിയില്ല അങ്ങനെ ഇവിടെ ഉണ്ടോ. അപ്പോൾ അതാണ് പ്രശ്നം. ഞാനിപ്പോൾ എങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റൈഡേഴ്സ് അങ്ങനെ ഇതുണ്ട് മീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവർ വിളിച്ചു. അവരുടെ ഞാൻ സ്റ്റേയുടെ കാര്യം പറഞ്ഞില്ല. പക്ഷേ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ലേറ്റ് ആയില്ലേ, 7-7:30 മണിയായി. അപ്പോൾ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു. മാത്രമല്ല അവരുടെ അടുത്ത് ഞാൻ നാളെ രാവിലെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റേ ഒപ്പിക്കണം എവിടെയെങ്കിലും. അത് അഫോർഡബിൾ റേറ്റിൽ. ഞാൻ അഫോർഡബിൾ റേറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റേ ഒപ്പിക്കണം. കാശ് കൊടുക്കേണ്ടി വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയാലും ഹാപ്പിയാണ്. അപ്പോൾ അതാണ്. പിന്നെ ബാഗ് സീനാണ്. ബാഗ് കെട്ടി വെച്ച അപ്പം അത് നമ്മൾ വണ്ടി ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ അത് സ്റ്റാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നിങ്ങൾ എന്നെ കണ്ടില്ല, ഇതാണ് ഞാൻ വെച്ചേക്കണത്. ഇത് വെച്ചിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നു. എന്താണ് സംഭവം എന്താണെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഞാൻ റൈഡിന് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു റൈഡിങ്ങിൻ്റെ ഒരു സംഭവമാണിത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കവരും ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ കൂടുതലും ഈ ജാക്കറ്റാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ഡിസൈനൊക്കെ പോലെ ഇതാക്കുമ്പോൾ അവർക്കൊക്കെ ഒരു കൗതുകം പോലെ. പിന്നെ ഇവിടെ കുറേ പേര് ഇത് സംസാരിക്കുന്നുണ്ട്, കന്നഡ പോലത്തെ ഭാഷ സംസാരിക്കും. കന്നഡയുടെ റൈറ്റിങ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു പലയിടത്തും. അപ്പോൾ ഒരു സ്റ്റേ നോക്കണം.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചിറങ്ങി. ഇനി ഞാനുണ്ടല്ലോ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നില്ലേ, മറ്റേ ഫോണിലാണ് ഞാൻ നേരത്തെ വീഡിയോ എടുത്തത്. എവിടെ നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന്, അതായത് ഞാൻ ചായക്കട അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളീനെ കണ്ട് പുള്ളി ഞാൻ ചോദിക്കുമല്ലോ, നമ്മളിങ്ങനെ നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ചോദിക്കുമല്ലോ എന്താണ് എവിടെയൊക്കെയാണെന്നൊക്കെ. ഞാൻ ഇങ്ങനെ കാശ്മീരിലേക്കാണ് ഞാനിപ്പോൾ സ്റ്റേ ഒന്ന് നോക്കുകയാണ്. ഞാൻ ചായക്കടയിൽ ഇരുന്ന് Booking.in അതേപോലെ ഓരോ റൂംസൊക്കെ നോക്കി. പക്ഷെ എല്ലായിടത്തും 900, 1000, 1500 ഒക്കെയാണ് സ്റ്റേ വരുന്നത്. അപ്പോൾ എന്താ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോ പിടുത്തമൊന്നും ഇല്ലെങ്കിൽ, വീഡിയോ പിടുത്തമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയിൽ വേണമെങ്കിൽ ചോദിച്ചുകൂടെയെന്ന് ചോദിച്ചു. എങ്ങനെ പള്ളിയിലൊന്ന് സ്റ്റേയുടെയൊക്കെ ചോദിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചോദിച്ചേക്കാം പള്ളിയിൽ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, നിങ്ങൾ ഈ വീഡിയോ ഉള്ളിൽ വീഡിയോ ഒന്നും പിടിക്കാം. പള്ളി നമുക്കറിയാമല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റേ ഒന്ന് ചോദിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിച്ചു നോക്കാം. ഇനി ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക്. കാരണം നമുക്കറിയാം ഓരോരുത്തരുടെ ഇതല്ലേ അതൊക്കെ. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റേ വേറെ നോക്കാം, അതൊന്നും വിഷയമല്ല. പക്ഷെ ചോദിച്ചില്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഇത് വേണ്ട. ഇനി ചോദിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയും കൂടിയാണ്. കാരണം ഇന്ന് കിടന്നാൽ മതിയുടെ. അപ്പം ഞാൻ അവിടെ മറ്റേ റൈഡേഴ്സ് ആപ്പ് അവിടേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ പുറപ്പെടാം, രാവിലെ മീറ്റ് ചെയ്യാം. കാരണം പോണ വഴിക്കാണ്, മംഗലാപുരം പോണ റോഡാണല്ലോ. അപ്പോൾ അത് പോരേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി അത് മതി. കാരണം മണിപ്പോൾ 7:30 കഴിഞ്ഞ്, ടൈം കഴിഞ്ഞു, 7:30 കഴിഞ്ഞ്. മാത്രമല്ല റോഡും ഒരു തിരക്കുമാണ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ സത്യം പറയാം അവിടുത്തെ സ്റ്റേ ഇല്ല, എനിക്ക് എങ്ങനെയായിട്ട് ഇതാക്കി തരാം അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ ജസ്റ്റ് മീറ്റ് ചെയ്യാലോ, നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു എത്തുമ്പോൾ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച്, അപ്പോൾ ആ മീറ്റ് ചെയ്യാൻ ലേറ്റായി. കാരണം ഞാൻ രാവിലെ ഇറങ്ങുന്ന പറഞ്ഞു ഇവിടെ കണ്ണൂരിൽ നിന്ന്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ ഞാൻ ഇറങ്ങിയത് 2 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആ ടൈമിന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോഴും ലേറ്റായി. നമ്മൾ നിർത്തിയൊക്കെയാണ് വന്നത്. അപ്പം ലേറ്റായി, അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ എന്തായാലും അവിടെ എത്തട്ടെ എന്ന് ഞാൻ പറയാം നിങ്ങൾക്ക്. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പള്ളിയാണ്, വലിയ പള്ളിയാണ്, മാലിക് ദിനാർ പള്ളി, മക്ദം മോസ്ക് അങ്ങനെ കണ്ടോണ്ട് പേര്. ഇപ്പം ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ ദീൻ്റെ അകത്ത് വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. ജസ്റ്റ് കിടക്കാനുള്ളൊരു സ്പേസ് മാത്രമാണ്. അപ്പോൾ ഞാൻ വേറൊരു പള്ളിയിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇതുണ്ട്, പക്ഷേ വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല നമുക്ക്. കാരണം എനിക്ക് 1000 രൂപയ്ക്കാണ് ഹോട്ടലല്ല റൂംസിനൊക്കെ. പക്ഷെ അവിടെ പോയി താമസിക്കുക, റൂം അവിടെ എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് 1000 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇത്രയും പ്രശ്നം എന്താണെന്നറിയാം. എനിക്ക് ഇത്രയും കൂടി സൗകര്യം കൂടുതൽ ഇരിക്കണമെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. സീരിയസ്ലി, ഞാൻ ഇന്നലെ തന്നെ ഹോസ്റ്റലിൽ ഉറങ്ങിയിട്ടില്ല. രാത്രിയൊക്കെ ഫോൺ വെറുതെ നോക്കി കളിച്ച്, ഇത് വൈഫൈയും ഫ്രീ ആണ്. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഒരു 6-7 മണിയാവും. അപ്പം അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ആ ടൈമിൽ ഉറങ്ങുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും അതിനനുസരിച്ച് ലേറ്റ് ആവും, ഒരു 10-12 മണിയൊക്കെ ആവും. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ അത്രയധികം സൗകര്യം വേണ്ട. സൗകര്യം കുറയുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്, ഇതാണ് സ്ഥലം. വീടിൻ്റെ അകത്താണ്. ഞാൻ ആ കോർണറിൽ കണ്ടില്ല, അവിടെ ഞാൻ എൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ തുറക്കാം. ഇത് ഇവിടെ ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇവിടുത്തെ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് കിടക്കും. ഞാൻ ബാഗും പിന്നെ മറ്റേ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ, ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ സീനൊന്നുമില്ല. പിന്നെ ഫാനൊക്കെ ഉണ്ട്, ഇതുണ്ടോ ഫാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇന്ന് ഉറങ്ങിയിട്ട് കുറച്ച് നമുക്ക് ഈ വീഡിയോ എടുത്തതൊക്കെ നമുക്കൊന്ന് കമ്പ്യൂട്ടറിൽ കയറ്റി അതൊക്കെ ഒന്ന് ശരിയാക്കണം, എഡിറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉറങ്ങണതിന് മുമ്പ് ഇപ്പം ഞാൻ പോയിട്ട് ഒന്നുകൂടി ഒന്ന് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വെച്ച് ഒരു ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു.
ഇപ്പോൾ ഫുഡ് ഞാൻ ആലോചിച്ചപ്പോൾ ഇന്ന് മാത്രം ഈ ഒരു ദിവസം കേട്ടോ, നിങ്ങളിപ്പോൾ ഈ ഒരു മൊത്തം വീഡിയോ കാണുമ്പോൾ ഈ ഒറ്റ ഒരു ദിവസത്തെ എൻ്റെ ഫുള്ള് വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ കഴിച്ചത് ഏകദേശം നമ്മളവിടെ നിന്ന് വരണ വഴിക്ക് നമ്മളൊരു കടയിൽ നിർത്തിയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഉഴുന്നുവടയും ഒരു ഉള്ളി ഇതും ഒക്കെ കഴിച്ചൊരു ചായയും പിന്നെ ഒരു പഴംപൊരി അങ്ങനെ എല്ലാം കൂടി 10-40 രൂപയുടെ അവിടെ കഴിച്ചു. പിന്നെ കാസർഗോഡ് എത്തിയിട്ട് ഞാനൊരു ഏകദേശം എത്രയാണ്, കാസർഗോഡ് എത്തിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അവിടെ ചായ കുടിച്ച് ഞാനൊരു അവിടെ നിന്ന് ഒരു കടി കഴിച്ചു, അത് ഒരു 30 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഉസ്താദാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് പള്ളി നോക്കിക്കൂടെ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കൂടെ, മീൻസ് ഹോസ്റ്റൽ കിട്ടാൻ ഭയങ്കര, ഹോസ്റ്റലല്ല ഡോർമെറ്ററി സൗകര്യമൊന്നും ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സീരിയസ്ലി, കാരണം Booking.in നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒയോയിലൊന്നുമില്ല, എവിടെയും എല്ലാം 1000 above ആണ് സ്റ്റേ എല്ലാം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പള്ളിയിൽ ചോദിക്കാം, ശരിയാണ് അവിടെ ചോദിക്കാം. അപ്പോൾ അവിടെ തന്നെ ഞാൻ പോയത് മുബാറക്ക് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ്. പക്ഷെ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഇവിടെ ജസ്റ്റ് ഒന്ന് കിടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞത്. നമുക്ക് അത്രയും മതി, കിടന്നാൽ മതി, എനിക്ക് ബാഗൊക്കെ ഒന്ന് സേഫായിട്ടൊന്ന് കിടന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇന്നിപ്പോൾ തന്നെ ഞാനൊരു 10 മിനിറ്റിൽ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടാക്കി അപ്പം തന്നെ കിടക്കൂടെ, കിടന്ന് എങ്ങനെയെങ്കിലും ഒരു 7-8 മണിയാകുമ്പോൾ എനിക്ക് എഴുന്നേച്ചൊന്ന് പിന്നെ എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു, ഫ്രഷ് ആവണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നടക്കത്തില്ല, അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫ്രഷ് ആവണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, കിടന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പതുക്കെ വിടാം. രാവിലെ വിട്ട് മംഗലാപുരം അങ്ങനെ പോവാം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് നമുക്ക് എന്നിട്ട് പതുക്കെ വീഡിയോ ഒക്കെ ഇതാക്കി സെറ്റ് ചെയ്ത് കിടന്നുറങ്ങാം, വേറെ ഒന്നുമില്ല പറയാനൊന്നും. ശരി ഗൈസ്.